സർവകലാശാല VC നിയമനവുമായി മുന്നോട്ടു പോകുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ സാഹചര്യം അനുകൂലമായി. രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ. ഷഫീദ് റാവുത്തറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഇപ്പോൾ ഷഫീദ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് 3 സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചുവച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത്. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ മാറ്റുന്ന ബില്ല്, വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബില്ല്, സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലൈറ്റ് ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത്. 7 ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ 3 ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ അറിയിക്കുന്നു. ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതോടെ ഗവർണർക്കെതിരെ കടുത്ത വിമർശനം അത് സർക്കാർ മന്ത്രിമാരും അതേപോലെ തന്നെ CPM നേതാക്കളും ഉയർത്തിയിരുന്നു. എന്നാൽ രാഷ്ട്രപതി അനുമതി നൽകിയതോടെ അഴിമതി നിരോധന നിയമത്തിന്റെ നടുപൊടിഞ്ഞുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പൊതുപ്രവർത്തകൻ RS ശശികുമാറും നിലപാടെടുത്തിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇപ്പോൾ ഈ സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ VC നിയമന പ്രക്രിയയുമായി മുന്നോട്ട് പോകാനാണ് ഗവർണറുടെ തീരുമാനം. രാജ്ഭവന് ലഭിച്ച നിയമോപദേശം അനുസരിച്ചാണ് തുടർ നടപടികൾ. കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.